السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي من علينا بإنزال هذا القرآن العظيم ورتب على تلاوته الخير الكثير والفضل العميم. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله الموصوف بالصفات الكاملة الفاضلة العليا وإنك لعلى خلق عظيم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان، فمن شهد منكم الشهر فليصم، ومن كان مريضا أو على سفر فعدة من أيام أخر، يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. സ്നേഹ ബഹുമാനമുള്ള മജ്ലിസുൽ ഖുർആൻ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെ പൊറുക്കപ്പെടാൻ മാത്രം ശക്തമായ 10-30 ദിനരാത്രങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ശുദ്ധീകരണ പ്രക്രിയയായ സുപ്രധാനമായ ഇബാദത്തായ പരിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനം അനുഷ്ഠിക്കുവാനും അനുഭവിക്കുവാനും നമുക്ക് ഭാഗ്യം നൽകപ്പെട്ടിരിക്കുകയാണ്. പൂർണ്ണമായി അനുഭവിക്കുവാനും അതിലൂടെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗ പ്രവേശനം ലഭിക്കുവാനും ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പേരുകളും എഴുതി ചേർത്തു വെക്കട്ടെ. ആമീൻ. പാപങ്ങളെല്ലാം അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നോമ്പുകാലം അനുഭവിക്കുന്നതോടെ, അനുഷ്ഠിച്ച് തീർക്കുന്നതോടെ പൊറുക്കപ്പെടണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, അയൽപ്പക്കങ്ങളിലുണ്ട്. വീടുകളിൽ കിടക്കുന്നവരോ ആശുപത്രികളിൽ അഡ്മിറ്റായി കിടക്കുന്നവരോ ഒക്കെയായുണ്ട്.
തൻ്റെ ദേഹത്ത് എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ പോലും കഴിയാതെ കിടക്കുന്നവരുണ്ട്. മാസങ്ങളായി ICUവിലും മറ്റുമായി കിടക്കുന്നവരുണ്ട്. അവർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു അവർക്കെല്ലാം ഏറ്റവും ഹൈറായതിലേക്ക് എളുപ്പം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മയൊക്കെ മാരകമായ രോഗത്തെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, റയ്യാൻ എന്ന നമ്മുടെ മജ്ലിസുൽ ഖുർആനിൻ്റെ റമദാൻ മാസത്തിലെ ഞായറാഴ്ച ക്ലാസ്സുകളുടെ തുടക്കമാണ് ഇന്ന്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മിൽ നിന്ന് സാലിഹായ അമലായി ഇബാദത്തായി സ്വീകരിക്കട്ടെ. ഇപ്പം ഇന്ന് ക്രമം ഒന്ന് തെറ്റിയതാണ്. എനിക്കൊരു യാത്ര ചെയ്യാനുള്ളതുകൊണ്ട്, വയനാട്ടിലെത്താനുള്ളതുകൊണ്ട് ആദ്യത്തെ സമയം ഞാൻ എടുക്കുകയും അഹമ്മദ് ഊട്ടി മദനിയും ഡോക്ടർ ബാവ ഫാറൂഖിയും ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കും ഇൻഷാ അല്ലാഹ്. ഖുർആൻ വിളിക്കുന്നു എന്ന വിഷയാസ്പദമായാണ് അല്പസമയം നമുക്ക് സംസാരിക്കാനുള്ളത്. 10:30 മുമ്പ് ഞാൻ അവസാനിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 185-ാമത്തെ വചനമാണ് ആമുഖമായി ഓതി കേൾപ്പിച്ചത്. പരിശുദ്ധമായ വ്രതാനുഷ്ഠാനത്തിൻ്റെ ദിനരാത്രങ്ങളായ റമദാൻ മാസത്തെക്കുറിച്ച്, ഷഹ്റു റമദാൻ. എന്നിട്ട് ആ മാസത്തിൻ്റെ ആകത്തുക പറഞ്ഞത് ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ മാസമാണത് എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഖുർആനുമായി കൂടുതൽ ബന്ധമുണ്ട്. ശേഷം ആ ഖുർആനിനെ കുറിച്ച് പറയുന്നു, യഹ്ദി ഹുദൽ ലിന്നാസ്, മനുഷ്യർക്കാകമാനമുള്ള ഹുദ, സന്മാർഗ ദർശനമാണത്. ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് മാർഗദർശനമായി അവതീർണമായ ഗ്രന്ഥം. അത് റമദാനിലാണ് അവതീർണമായത്. വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ച് നൽകുന്ന ഒരു ഗ്രന്ഥമാണ്. സത്യാസത്യ വിവേചനം സാധ്യമാകും അത് വായിക്കുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ. വബയ്യിനാത്തിൻ മിനൽ ഹുദ വൽ ഫുർഖാൻ എന്നവിടെ സൂചിപ്പിക്കാൻ. ശേഷം പറയുന്നത് നോമ്പുമായി ബന്ധപ്പെട്ട ഹുക്കുമുകളെ കുറിച്ചാണ്. അന്നുള്ളവർ, ആ മാസത്തിലെത്താൻ കഴിയുന്നവർ നോമ്പനുഷ്ഠിക്കണം. യാത്രയോ രോഗമോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിലും അത് മറ്റ് നാളുകളിലും അത് എടുത്തു വീട്ടണം. ആ സമയത്ത് അവർക്ക് ഒഴിവുണ്ട് എന്നെല്ലാം സൂചിപ്പിക്കുകയാണ്. അള്ളാഹു എളുപ്പമാണല്ലോ ഉദ്ദേശിക്കുന്നത്, മതം പ്രയാസപ്പെടുത്തലല്ലോ, എളുപ്പമാണ് നൽകുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. പക്ഷേ എന്നിരുന്നാലും റമദാനിലെ വ്രതാനുഷ്ഠാനം നിങ്ങൾ പൂർത്തീകരിക്കണം. അതെണ്ണം തികയ്ക്കണം. എത്ര എണ്ണമാണോ ഉള്ളത് അത്രയും എണ്ണം, 29-ഓ 30-ഓ ആണെങ്കിൽ അത് അത്രയും പൂർത്തിയാക്കണം. അതിലൂടെ അള്ളാഹുവിനെ തക്ബീർ ചെയ്യുന്നവരായി മാറണം. പെരുന്നാളിലൂടെ അള്ളാഹുവിനെ ഒന്നുകൂടെ പ്രഖ്യാപിച്ച് പ്രകീർത്തിച്ച് നിങ്ങൾ ആരാധനയിലൂടെ തന്നെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അത് വലഅല്ലക്കും തഷ്കുറൂൻ, അതിലൂടെ നിങ്ങൾ ശുക്റുള്ളവരായി മാറണം എന്ന വിഷയമാണ്. ശരി, വിശുദ്ധ ഖുർആനിൻ്റെ പ്രമേയം മനുഷ്യനും മനുഷ്യൻ്റെ ജീവിതവുമാണ് എന്ന് ചുരുക്കി പറയാം. മനുഷ്യനും മനുഷ്യൻ്റെ ജീവിതവുമാണ് ഖുർആനിൻ്റെ പ്രമേയം. അഥവാ മനുഷ്യൻ്റെ സൃഷ്ടിപ്പും സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും ആ ലക്ഷ്യത്തിലെത്തുവാനുള്ള മാർഗവും ജയാപജയത്തിൻ്റെ കാരണങ്ങളും സവിസ്തരം വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ അങ്ങോട്ടാണ് നമ്മെ വിളിക്കുന്നത് എന്നർത്ഥം. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും എന്താണ്? അവസാനം മരണാനന്തര ജീവിതവും അനന്തര വിധി നിർണയങ്ങളും രക്ഷാശിക്ഷാ മുറകളും ശാശ്വതമായ ജയാപജയങ്ങളും, ഇതിനാവശ്യമാകുന്ന കാര്യങ്ങൾ എന്ത്, രക്ഷയ്ക്കുള്ള മാർഗങ്ങൾ എന്ത്, ശിക്ഷയാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെ എന്നിങ്ങനെ സവിസ്തരം വിശദീകരിക്കുന്ന അധ്യായങ്ങളാണ് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ അവതരണാരംഭവും അവസാനാധ്യായ അവതരണവും പരിശോധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അഥവാ ദൈവനാമത്തിൽ അറിവന്വേഷിച്ചുകൊണ്ട്
ശാശ്വത വിജയത്തിന് ആധാരമായ സുഹൃതങ്ങൾ പ്രവർത്തിച്ച് പരസ്പരം നന്മയും ക്ഷമയും ഉപദേശിച്ചുകൊണ്ട് നിനക്ക് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളിലും വിജയങ്ങളിലും അവനിൽ അത് സമർപ്പിച്ച് അവനിൽ തവക്കുൽ ചെയ്ത് അവനോട് തൗബ ചെയ്ത് പാപമുക്തനായി പിരിയണം എന്നതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന അധ്യായം ആ തുടക്കം സൂചിപ്പിക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. ദീനിന്റെ പൂർത്തീകരണത്തെക്കുറിച്ച് വീണ്ടും വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പൂർത്തീകരിക്കപ്പെട്ട മതത്തിന്റെ നിയമങ്ങൾ പാലിച്ച് നിന്റെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകൾക്ക് പാപമോചനം തേടി തൗബ സ്വീകരിക്കുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലയോടെ നെറ്റിത്തടം വിയർത്ത് മരണപ്പെട്ട് പിരിയാൻ നിനക്ക് സാധിക്കണം എന്ന് വിശ്വാസത്തിലൂടെ, വിശുദ്ധമായ വിശ്വാസത്തിലൂടെ വിശുദ്ധമായ ജീവിതത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്നത് എന്നർത്ഥം. ഇനിയും മാനവരാശിയുടെ മാർഗദർശനമാണ് ഖുർആനിന്റെ വിളി അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. മൃഗീയതയിൽ നിന്ന് മനുഷ്യനെ ഉയർത്തിക്കൊണ്ടുവന്ന് മനുഷ്യത്വത്തിലേക്ക് നയിക്കുകയാണ്. ഒന്നുകൂടെ, മൃഗീയതയിൽ നിന്ന് മനുഷ്യനെ സംസ്കരിച്ചെടുത്ത് മനുഷ്യത്വത്തിലേക്ക് നയിക്കാൻ ഉതകുന്ന സാരോപദേശങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ ഉടനീളമെന്ന് ഫാത്തിഹ എന്ന പ്രാരംഭ സൂറത്തിന് ശേഷം ബഖറ എന്ന പശു എന്ന അധ്യായത്തിലൂടെ തുടങ്ങിയിട്ട് നാസ് എന്ന മനുഷ്യൻ എന്ന അധ്യായത്തിൽ അവസാനിപ്പിക്കുന്നതാണ് അതിൻ്റെ മുസ്ഹഫ് രൂപം, ക്രോഡീകരണ രൂപം. മൃഗീയതയിൽ നിന്ന് മനുഷ്യൻ മാറണം, അവൻ ലക്ഷ്യബോധമുള്ളവനാകണം. രാജാധിപതിയായ അള്ളാഹുവിനെ, മലിക്കുന്നാസ് ആയ അള്ളാഹുവിനെ, ഇലാഹുന്നാസ് ആരാധ്യനായ അള്ളാഹുവിനെ, അവനിലേക്ക് എല്ലാം സമർപ്പിച്ച് അവനോട് ശരണം തേടിയിട്ട് സകല വസ്വാസുകളിൽ നിന്നും പൈശാചികതയിൽ നിന്നും അകന്ന് മാനുഷികതയിലൂടെ മാനുഷികമായ പരസ്പര അവകാശങ്ങളും കടമകളും വകവെച്ചു കൊടുക്കുന്നതിലൂടെ ഏറ്റവും നല്ല മനുഷ്യനായി മാറാൻ ഓരോ ആളുകൾക്കും സാധിക്കണം എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യാന്തം വായിക്കുമ്പോൾ ഒറ്റവാചകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കറകളഞ്ഞ വിശ്വാസത്തിൽ നിന്നുത്ഭൂതമായ സുഹൃതങ്ങൾ സ്വയം ചെയ്തുകൊണ്ടും അതിനപ്പുറത്ത് സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഓർമ്മപ്പെടുത്തുക, ഉപദേശിക്കുക, അതിലൂടെ ഇരുലോക വിജയം സാധ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയണം. അതാണ് വിശുദ്ധ ഖുർആൻ വിളിച്ചോതുന്ന മറ്റൊരു വിഷയം. വൽ അസ്ർ ഇന്നൽ الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. കാലം തന്നെയാണ് സത്യം. 4 പ്രധാന ഘടകങ്ങൾ ജീവിതത്തോട് ചേർത്തു വെക്കാത്ത സകല മാനവരും നഷ്ടത്തിലകപ്പെടും. ആ 4 കാര്യങ്ങൾ, ഒന്നാമത്തത് കറകളഞ്ഞ വിശ്വാസമാണ്, ആമനു. രണ്ടാമത്തേത് ആ അചഞ്ചലമായ നിഷ്കളങ്ക വിശ്വാസത്തിൽ നിന്ന് ജന്മമെടുക്കുന്ന സുഹൃതങ്ങൾ പ്രാവർത്തികമാക്കുക എന്നതാണ്, വഅമിലുസ് സാലിഹാത്ത്. മൂന്നാമത്തേത് ഈ സ്വയം പരിവർത്തനത്തിനപ്പുറത്തിനി മറ്റുള്ള ആളുകളിലേക്ക് ഇറങ്ങി അവരോടും ഈ കാര്യത്തെക്കുറിച്ചുള്ള പരസ്പര ഉപദേശങ്ങൾ ഉണ്ടാകണം, അഥവാ ക്ഷമയുണ്ടാകണമെന്നും സത്യം പാലിക്കപ്പെടണമെന്നുമുള്ള ഉപദേശങ്ങൾ പരസ്പരം നടന്നുകൊണ്ടേയിരിക്കണം. അങ്ങനെയുള്ള വിജയത്തിൻ്റെ മാർഗത്തിലേക്ക് വിശുദ്ധ ഖുർആൻ നമ്മെ ക്ഷണിക്കുന്നു എന്ന് പഠന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതെങ്കിലും ഒരു വിഭാഗത്തെ, ഏതെങ്കിലും ഒരു കാലഘട്ടത്തെ, വിഭാഗത്തെ മാത്രമല്ല, വിശുദ്ധ ഖുർആൻ മാലോകര മുഴുവനുമാണ് മൗലികമായ വിഷയങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ അഭിസംബോധന ചെയ്തത് എന്നതും ശ്രദ്ധേയമാണ്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമല്ല, ഖുർആന്റെ വിളി മുഴുവൻ മനുഷ്യരെയുമാണ്. പലപ്പോഴും നമ്മളൊക്കെ കേൾക്കാറുള്ള കണ്ണ് പൊട്ടിപ്പോകും ഖുർആൻ തൊട്ടാൽ എന്നത് കണ്ണ് തുറക്കും എന്നതിൻ്റെ
വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങളാണ് ആ സമയത്ത് നമുക്ക് വായിക്കാൻ പറ്റുക. കണ്ണ് തുറപ്പിക്കുന്നതാണ്, വെളിച്ചം കിട്ടുന്നതാണ്. അന്ധകാരങ്ങളിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തരാകാനും സമാധാനം നേടാനും സാധ്യത നൽകുന്ന, അതല്ലെങ്കിൽ അവസരം നൽകുന്ന ഒന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ. ഏതെങ്കിലും ഒരു വിഭാഗത്തോട് മാത്രമല്ല, മുഴുവൻ മനുഷ്യരെയും. ഖുർആനിൽ ഒരുപാട് തവണ കാണാം മൗലികമായ വിഷയങ്ങൾ അവതരിപ്പിച്ചിടത്ത് മുഴുവനും യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന്. അപ്പൊ ഖുർആനിന്റെ വിളി മാനവരാശിയെ മുഴുവനുമാണ് എന്നർത്ഥം. മാനവരാശിയോട് മുഴുവനും അവരുടെ ജീവിതത്തെക്കുറിച്ച്, എന്നിട്ട് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച്, ആ ലക്ഷ്യത്തിലെത്താനുള്ള മാർഗങ്ങൾ അവരെ പറഞ്ഞു കൊടുക്കുന്നതിനെ സംബന്ധിച്ച്, അവിടുത്തെ വിജയ പരാജയങ്ങളെക്കുറിച്ച് കൃത്യമായി മുഴുവൻ മനുഷ്യരെയും പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും. ജീർണതയിൽ നിന്നും ഉന്നത സാംസ്കാരിക മൂല്യങ്ങളിലേക്ക് വഴിവെട്ടുന്ന ഗ്രന്ഥം, സൂക്തങ്ങൾ, അധ്യായങ്ങൾ എന്ന് പറയാം. 14-ാം അധ്യായം സൂറ ഇബ്രാഹിമിലെ ആദ്യ വചനം അത് സൂചിപ്പിക്കുന്നുണ്ട്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ മിനൽ-ളുലുമാതി ഇലൻ-നൂർ ബിഇذن റബ്ബിഹിം ഇലാ സിറാത്തിൽ അസീസിൽ ഹമീദ്. അസീസും ഹമീദുമായ അല്ലാഹുവിൻ്റെ ഇസ്സത്തുള്ള മാർഗത്തിലേക്ക് ജനങ്ങളെ, അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ലിതുഖ്രിജന്നാസ, മനുഷ്യരെ മുഴുവനും വിളിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം അധ്യായം അങ്ങനെയാണ് അത് ഓർമ്മപ്പെടുത്തുന്നത്. അതെ, ഈ അടിത്തറ തന്നെയാണ് ഓരോ പ്രവാചകന്മാരോടും പ്രഥമഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയത് എന്നും കാണാം. ഓരോ പ്രവാചകന്മാരെയും, 100,000-ൽ പരം പ്രവാചകന്മാർ, 25ഓളം പ്രവാചകന്മാരുടെ പേരുകൾ വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചു. അതല്ലാത്ത ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ, സമൂഹങ്ങളെക്കുറിച്ച് ഖുർആനിൽ പ്രതിപാദിച്ചു. അപ്പൊ ആ വിശുദ്ധ ഖുർആൻ അവരോടൊക്കെയും പ്രഥമമായി ഓർമ്മപ്പെടുത്തിയ കാര്യം ഈ ഒരു അടിത്തറയെ സംബന്ധിച്ചാണ് എന്ന് കാണാൻ കഴിയും. 20-ാം അധ്യായം സൂറത്തു താഹയിലെ 14-ാമത്തെ വചനത്തിൽ മൂസ നബിയുമായുള്ള അള്ളാഹുവിൻ്റെ സംസാരത്തെ നമുക്ക് പരിശോധിക്കാം. അവിടെ മൂസ നബി വിളിയാളം കേൾക്കുന്നു, അവിടേക്ക് ചെല്ലുന്നു. അള്ളാഹു വിളിച്ചു പറയുന്നു, ഞാനാണ് റബ്ബാണ്, നിന്റെ റബ്ബാണ്, നീ ചെരുപ്പഴിക്കുക. വാദിൽ മുഖദ്ദസി തുവ, പരിശുദ്ധമായ താഴ്വരയിലാണ് താങ്കൾ ഉള്ളത് എന്നൊക്കെ പരിചയപ്പെടുത്തി. എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, സശ്രദ്ധം കേൾക്കണം. ഇനി നൽകപ്പെടുന്ന കാര്യം, വഹ്യായി നൽകപ്പെടുന്ന കാര്യം ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. എന്നിട്ട് എന്താണ് ആ കാര്യമെന്ന് പറയാൻ, ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത ലിദിക്രി. ഇന്നനി അനല്ലാഹ്, നിശ്ചയം ഞാനാണ് ആരാധ്യൻ. അല്ലാഹു, ഞാനാണ് ഏക ആരാധ്യൻ. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരാരാധ്യനുമില്ല. ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി, എന്നെ ആരാധിക്കുക. വഅഖിമിസ് സ്വലാത ലിദിക്രി, എന്നെ സ്മരിക്കുന്നതിനായി നീ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും ചെയ്യുക. വിശദീകരിക്കാൻ ഒരുപാടുള്ള ഭാഗമാണ്. ഖുർആനിന്റെ വിളി ഇതാണ്. ഏറ്റവും പ്രഥമമായി സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കുന്നതിലൂടെ, എന്നിട്ട് തൻ്റെ ജീവിതത്തിൽ സകല സന്ദർഭങ്ങളിലും ആ പ്രപഞ്ചനാഥനെ, തൻ്റെ സ്രഷ്ടാവിനെ സ്മരിക്കുന്നതിന് വേണ്ടി സമയം നിർണയിക്കപ്പെട്ട നമസ്കാരം പോലുള്ള ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നവനായി മാറണം. ആരാധനകൾ ദൈവസ്മരണയിലേക്ക് നിന്നെ ഉയർത്തണം. ദൈവത്തെ മറക്കുന്നവനായ ഒരു ആരാധനക്കാരനായി നീ മാറരുത്. വിശുദ്ധ ഖുർആനിന്റെ വിളി അങ്ങോട്ടാണ്. നീ ആരാധനകൾ നിർവഹിക്കുന്നത്,
നീ ഇബാദത്തുകൾ നിർവഹിക്കുന്നത്, നിന്റെ ഈമാൻ എന്ന അള്ളാഹുവിലുള്ള ഈമാൻ, ഇതെല്ലാം എന്നെ സ്മരിക്കുന്ന, എന്നിട്ട് നല്ല ഒരു മനുഷ്യനായി മാറാനുള്ളതായിരിക്കണം എന്ന് പറയാം. ഒപ്പം അതിന് കരുത്തേകുന്ന മറ്റൊരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തി. ഇതിവിടെ അവസാനിക്കൂല. ഈ ജീവിതം ഇവിടെ അവസാനിക്കില്ല. എന്നെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന ഈ ഒരു ലോകം, ആരാധിച്ച് ജീവിക്കേണ്ടതായ ഈ ഐഹിക ലോകം ഇവിടെ അവസാനിക്കുന്നില്ല. അകാദു ഉഖ്ഫീഹാ ലിതുജ്സാ കുല്ലു നഫ്സിൻ ബിമാ തസ്ആ ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ വത്തബഅ ഹവാഹു ഫതർദാ. സുപ്രധാനമായ കാര്യം, ജാഗ്രതയോടുകൂടെ ഓർക്കേണ്ട കാര്യം, മനസ്സിലെപ്പോഴും ഉണ്ടാകേണ്ട കാര്യം, ഈ നശ്വര ലോകവാസത്തിനപ്പുറത്ത് മറ്റൊരു ശാശ്വത ലോക ജീവിതമുണ്ട് എന്ന് അവിടെ മൂസാ നബിയോട് ഓർമ്മപ്പെടുത്തുന്നു. സമൂഹത്തെ, നമ്മയെല്ലാം അവസാന നാൾ വരെയുള്ള മനുഷ്യരെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നസ്സാഅ ആതിയത്തുൻ, തീർച്ചയായും ആ ഒരു സമയം അഥവാ അന്ത്യസമയം വരിക തന്നെ ചെയ്യും. ഇന്നസ്സാഅത ആതിയത്തുൻ അകാദു ഉഖ്ഫീഹാ, പക്ഷേ അത് എപ്പോഴെന്ന് ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല, അതിനെ ഞാൻ മറച്ചു വച്ചിരിക്കുകയാണ്. എന്തിനാ? ആരൊക്കെ എന്തൊക്കെ എങ്ങനെ എത്രത്തോളം ചെയ്യുമെന്നറിയാൻ, എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം നൽകാൻ. ഒരു കാര്യം ശ്രദ്ധിക്കണം, സദാ ജാഗരൂകനായിരിക്കണം. അതിൽ നിന്ന് നിന്നെ വഴിതെറ്റിക്കുന്ന ഒരുപാട് ആളുകൾ നിന്റെ സഹപ്രവർത്തകരിൽ അല്ലെങ്കിൽ സഹ ആളുകളിൽ ഉണ്ടായിരിക്കും, നിന്റെ സമൂഹത്തിൽ ഉണ്ടായിരിക്കും, പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കും, ചിന്തകൾ ഉണ്ടായിരിക്കും. അവിടെയൊക്കെയും ഫലാ യസുദ്ദന്നക അൻഹാ മൻ ലാ യുഅ്മിനു ബിഹാ, ഇതിൽ വിശ്വസിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും. അവരാരും നിന്നെ ഇതിൽ നിന്ന് തെറ്റിച്ചു കളയാതിരിക്കട്ടെ. വത്തബഅ ഹവാ ഫതർദാ, വത്തബഅ ഹവാഹു, സ്വേച്ഛപ്രകാരം ജീവിക്കുന്ന, എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കും എന്ന സർവ സ്വതന്ത്രവാദത്തിലൂടെ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാകാം. അവരാരും നിന്നെ ഫലാ യസുദ്ദന്നക അൻഹ, നിന്നെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാതെ തെറ്റിക്കാതിരിക്കട്ടെ. അങ്ങനെ തെറ്റിപ്പോയാൽ നീ നശിച്ചു പോകും എന്നുകൂടെ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഞാൻ ഒന്നുകൂടെ ഈ വിഷയത്തിലേക്ക് ആഴത്തിലിറങ്ങാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ. വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചപ്പോൾ എന്തു മനസ്സിലായി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ആദം നബിയുടെ പേര് കിട്ടി, ആദം നബി എത്ര കാലം ജീവിച്ചു, ആദം നബിയും അതിനിടയ്ക്ക് ഇദ്രീസ് നൂഹ് അലൈഹിസ്സലാമും തമ്മിലുള്ള കാലം അശ്റത്തു ഖുറൂൻ, 10 നൂറ്റാണ്ടാണ് എന്ന് കിട്ടി എന്നൊന്നും പറയാനല്ലല്ലോ. ആദം നബി ഇറങ്ങിയത് എവിടെയായിരുന്നു, അവിടെ എത്ര ആളുകൾ പിന്നീട് ഉണ്ടായിത്തീർന്നു, ആദം നബിക്കും ഇദ്രീസിനും ഇടയിൽ എത്ര ആളുകൾ ഉണ്ടായിത്തീർന്നു എന്നൊക്കെ പഠിക്കാനല്ലല്ലോ നമ്മൾ ആ ഭാഗം വായിച്ചതോ വിശുദ്ധ ഖുർആൻ അത് നമ്മെ പരിചയപ്പെടുത്തിയതോ ഒന്നും. മറിച്ച് അതേപോലെ അടുത്ത തലമുറ, അടുത്ത പ്രവാചകൻ, ആ ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം പറയുന്നിടത്തൊന്നും തന്നെ എന്തല്ല സൂചിപ്പിക്കുന്നത്? ആ പ്രവാചകന്മാരുടെ കുടുംബത്തിന്റെ പേരുകളല്ല, ഓർക്ക് എത്ര മക്കളുണ്ടായിരുന്നു എന്ന് പരിചയപ്പെടുത്താനല്ല, അവർ വന്ന സ്ഥലം കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല, അവിടെ എത്ര ആളുകൾ ഉത്ബുദ്ധരായി എന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല. അവർക്ക് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത് അതിനുള്ളിലുള്ള കാതലായ വിഷയം മനുഷ്യനെത്തിക്കുക എന്നത് മാത്രമാണ്. അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ നിയുക്തരായ സകല പ്രവാചകന്മാരുടെയും ചരിത്രം ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് അവരുടെ സ്ഥലങ്ങളോ എണ്ണമോ മറ്റോ അല്ല പ്രതിപാദ്യ വിഷയം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയുന്ന? അതുകൊണ്ട് തന്നെ വിവിധ കാലങ്ങളുടെയും സമുദായങ്ങളുടെയും ഒക്കെ അനുഭവങ്ങളും ചരിത്രവും അവലോകനം ചെയ്യുമ്പോൾ അവരുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ചും അവർ പരാജയപ്പെടാനുണ്ടായ കാരണത്തെക്കുറിച്ചും അവരുടെ വിജയത്തിൻ്റെ നിദാനങ്ങളെ സംബന്ധിച്ചുമാണ് വിശദീകരിക്കുന്നത്, മനസ്സിലാക്കാനുള്ളത്.
ഇപ്പം നമ്മൾ സാധാരണ ഒരു ക്വിസ് ടൈപ്പ് ക്വസ്റ്റ്യനിലൊക്കെ വരുന്ന പോലെ പിന്നെ ആദം നബിയുടെ ഭാര്യയുടെ പേരെന്ത്? ഹവ്വ എന്നതല്ലല്ലോ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള മാർഗം. മറിച്ച് ആ ചരിത്രങ്ങൾ ഇങ്ങനെ പരിശോധിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആദം അലൈഹിസ്സലാം 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 37-ാമത്തെ അധ്യായത്തിൽ ആദം നബിയുടെ ചരിത്രം പറയുന്നിടത്ത് നമ്മൾ ആരും നോക്കിയത് ആദം നബിയോട് അടുക്കരുതെന്ന് പറഞ്ഞ മരം ഏതാണ് എന്നതല്ലല്ലോ, ആ മരത്തെ അല്ലല്ലോ പരിചയപ്പെടുത്തിയത്. ആദം അലൈഹിസ്സലാം കഴിച്ചുപോയ പഴം ഏതാണ് എന്നതല്ലല്ലോ, ഏത് നിറത്തിലുള്ള ആപ്പിളാണെന്നോ എത്ര വലിപ്പമുള്ള ആപ്പിളാണെന്നോ മുകളിൽ കയറിയാണോ താഴെ കയറിയാണോ കുലുക്കി തള്ളിയിട്ടിട്ടാണോ എന്നൊന്നും അല്ലല്ലോ നമ്മൾ അവിടെ പഠിക്കുന്നത്. അതൊന്നും അല്ല വിശുദ്ധ ഖുർആൻ അവിടെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ. ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് ചരിത്ര പാഠമായിരുന്നില്ല വിഷയം. ആ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ള ആ സമൂഹത്തിൻ്റെ, ആ വ്യക്തിയുടെ, ആ കുടുംബത്തിൻ്റെയൊക്കെ കാരണങ്ങളെക്കുറിച്ച്, ജീവിത വിശുദ്ധിയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. അത് നമുക്കും ഉണ്ടാകണം. ആ മാർഗങ്ങൾ, ആ സന്ദർഭങ്ങൾ നമ്മെ അഭിമുഖീകരിക്കുമ്പോൾ ഇതുപോലെ നമ്മളുമാകണം എന്നതാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തു പോയ തെറ്റിന്റെ മുക്തിമാർഗം ഏത് എന്നതാണ് പരിചയപ്പെടുത്തിയത്. വിശുദ്ധ ഖുർആനിന്റെ വിളി അങ്ങോട്ടാ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വലിയ പാതകം നിങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾ ആദം അലൈഹിസ്സലാം എന്ന നിങ്ങളുടെ ആദിമ പിതാവിന്റെ മാർഗം പിന്തുടരണം എന്നതിലേക്കാണ് ഖുർആൻ വിളിക്കുന്നത്. ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത് ഫതാബ അലൈഹി ഇന്നഹു ഹുവത് തവ്വാബുർ റഹീം. ഇവിടെയാണ് ഖുർആൻ വിളിക്കുന്നത്. അതല്ലാതെ ആദം നബി മരത്തുമ്മ പോയത് നോക്ക്, പഴം തിന്നത് നോക്ക് എന്നല്ല. മറിച്ച് അരുതെന്ന് പറഞ്ഞ ഒരു കാര്യം, തെറ്റായ ഒരു വിഷയം ആദം അലൈഹിസ്സലാമയിൽ വന്നപ്പോ ആദം അലൈഹിസ്സലാം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി കണ്ടത് എന്തെന്ന് നീയും അറിയണം. എന്നിട്ട് നിന്റെ ജീവിതത്തിൽ അരുതാത്തത് ചെയ്തുവെങ്കിൽ, ലഹരി ഉപയോഗിച്ചു പോയെങ്കിൽ, ലഹരിക്ക് അടിമപ്പെട്ടു പോയെങ്കിൽ, മാതാപിതാക്കളെ ഉപദ്രവിച്ചു പോയെങ്കിൽ, അവരെ ശുശ്രൂഷിക്കാൻ സമയം കണ്ടെത്താതെ നിന്റെ ഭാഗത്ത് അബദ്ധം വന്നുവെങ്കിൽ അവിടെയെല്ലാം നീ ചെയ്യേണ്ടതിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യണം എന്നിടത്തേക്ക് ഖുർആൻ നമ്മെ വിളിക്കുകയാണ്. എന്തായിരുന്നു അവിടെ ആദം നബി ചെയ്തത്? റബ്ബ് തന്നെ പഠിപ്പിച്ചു കൊടുത്ത പദങ്ങൾ ആദം നബി സ്വീകരിച്ചു. അത് ഏറ്റുചൊല്ലി. ആദം അലൈഹിസ്സലാം അത് ഏറ്റുചൊല്ലി, ഏറ്റു പറഞ്ഞു. ഫതാബ അലൈഹി, അല്ലാഹു അദ്ദേഹത്തിന് തൗബ സ്വീകരിച്ചു. തൗബ, അല്ലാഹുവിനോട് തൗബ ചെയ്തു, അത് സ്വീകരിച്ചു. ഇന്നഹു ഹുവ അത്തവ്വാബുർ റഹീം, തീർച്ചയായും അല്ലാഹു അങ്ങനെയാ, പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. ശേഷം ഏതാണ് ആ പ്രാർത്ഥനയെന്നും പഠിപ്പിച്ചു. ഏതാണ് ആ പ്രാർത്ഥനയെന്നും പഠിപ്പിച്ചു. ഖാല റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ ഇരുവരും റബ്ബിനോടിരുന്നു. റബ്ബനാ വലംനാ അൻഫുസനാ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളോട് അതിക്രമം ചെയ്തു പോയിട്ടുണ്ട്, തെറ്റു ചെയ്തു പോയി, ദുൽമ് ചെയ്തു പോയി, ഞങ്ങൾക്ക് നീ പുറത്തു തരണം. വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, ഞങ്ങളോട് റഹ്മത്ത് കാണിക്കുന്നില്ലെങ്കിൽ, ഞങ്ങൾക്ക് നീ പുറത്തു നൽകുന്നില്ലെങ്കിൽ, റബ്ബേ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന്. സഹോദരങ്ങളെ, ആദം നബി അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾക്ക് പരിഹാരമായി കണ്ടതെന്ത് എന്നതാണ് ഇവിടെ നാം പഠിക്കേണ്ടത് എന്ന് സൂചിപ്പിച്ചു. അവിടേക്കാണ് വിശുദ്ധ ഖുർആൻ നമ്മെ വിളിക്കുന്നത്. അവിടെ നിന്ന് കടന്നുപോയി നൂറ്റാണ്ടുകൾ 10 കടഞ്ഞ് നൂഹ് നബിയുടെ സമൂഹം വന്നു. നൂഹ് നബിയുടെ സമൂഹത്തിലൂടെ നൂഹ് നബിയുടെ ചരിത്രം പറയുന്നിടത്ത് നൂഹ് നബിക്ക് എത്ര ആളുകൾ ഉണ്ടായി എന്നോ, നൂഹ് നബി എത്ര വർഷം കൃത്യമായി പറയണം നമ്മൾ എന്നതോ ഒന്നും അല്ല ഖുർആനിന്റെ പ്രതിപാദ്യ വിഷയം. മറിച്ച് അവിടെയും നൂഹ് നബിയുടെ ചരിത്രം പറഞ്ഞിടത്തും ആ സമൂഹത്തെ വിശുദ്ധരാക്കി എടുക്കാൻ നൂഹ് നബി അവരെ പഠിപ്പിച്ച മാർഗം എന്താണ് എന്നിടത്തേക്കാണ് നമ്മുടെ ശ്രദ്ധയെ അള്ളാഹു ക്ഷണിക്കുന്നത്. فَقُلْتُ اسْتَغْفِرُوا إِنَّ
ഇന്നഹു കാന ഗഫാറാ. ഞാൻ അവരോട് ഇസ്തിഗ്ഫാർ ചെയ്യാനാ പഠിപ്പിച്ചതെന്നാ. അവിടെയാ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾക്ക് ഇസ്തിഗ്ഫാർ നടത്തണം. ഇസ്തഗ്ഫിറു. പരിശുദ്ധ റമദാനിന്റെ ആദ്യ ദിനരാത്രങ്ങളിലാണ് നമ്മളുള്ളത്. അള്ളാഹു മുഴുവനായും അനുഭവിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇവിടെ നമ്മൾ എത്രത്തോളം ഇസ്തിഗ്ഫാർ ചെയ്തു, ഇസ്തിഗ്ഫാറിന്റെ നേട്ടങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഏതേത് പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളിൽ നിന്നും മുക്തി ലഭിക്കുവാൻ ഏറ്റവും പ്രഥമമായി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, ഘടകമാണ്, ഒരു ക്ലീനിങ് പ്രോസസ്സാണ് ഇസ്തിഗ്ഫാർ എന്നത്. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അവനെല്ലാം പൊറുക്കുന്നവനാകൊണ്ട് അവനോട് നീ ഇസ്തിഗ്ഫാർ തേടണം. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. ആകാശത്തു നിന്നവൻ നിങ്ങൾക്ക് ഒരുപാട് അയച്ചു നൽകും എന്ന് പറഞ്ഞു. വയുംദിദുകും ബിഅംവാലി വബനീൻ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ. നിങ്ങളെ അവൻ നാഗരികമായി ഉന്നതിയിലെത്തിക്കും എന്ന് ചുരുക്കി പറയാം. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. എന്തേ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വഖാറോടുകൂടെ, നിങ്ങളുടെ റബ്ബിനെ ഗൗരവമായി നിങ്ങൾ എന്താ ഉൾക്കൊള്ളാത്തത് എന്ന് ചോദിക്കുക. ഇപ്പൊ നൂഹ് നബിയുടെ ചരിത്രം പഠിപ്പിച്ചത് നൂഹ് നബിയെ കുറിച്ച് പഠിക്കാനല്ല, നൂഹ് നബിയെ പേര് പഠിക്കാനല്ല, എത്ര വർഷം പ്രബോധനം ചെയ്തു എന്ന് പഠിപ്പിക്കാൻ മാത്രമല്ല, അതിലപ്പുറത്ത് അവർ ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി എന്ത് മാർഗം സ്വീകരിച്ചു റബ്ബിൻ്റെ നിർദ്ദേശപ്രകാരം ഇത് പഠിക്കുകയും അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പാകപ്പിഴവുകൾക്ക് വേണ്ടി അത് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെന്നാഗ്രഹിച്ച് കിട്ടാത്തവ ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുലോക സമ്പുഷ്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പാപമോചനം തേടാൻ സമയം കണ്ടെത്തണേ എന്നതിലേക്കാണ് ഖുർആൻ നമ്മെ വിളിക്കുന്നത്. ഇനി ഇബ്രാഹിം നബിയുടെ, ഞാൻ ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെയും ഇസ്മായിൽ നബിയുടെയും ചരിത്രം പറയുന്നത്, ഇബ്രാഹിം നബിക്ക് ആദ്യം ഉണ്ടായ മോനേതാ, പിന്നുണ്ടായ മോനേതാ, എവിടെയായിരുന്നു വെച്ചത്, അവിടെ എത്ര മരങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ എവിടെയാ വെള്ളം കിട്ടിയത് എന്നൊന്നും പഠിക്കാനായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതെല്ലാം സവിസ്തരം പ്രതിപാദിക്കുമായിരുന്നു ഖുർആൻ. മറിച്ച് ഖുർആൻ അവിടെ നമ്മെ വിളിക്കുന്നത് ആ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് അകപ്പെടേണ്ടി വന്ന പ്രയാസങ്ങൾ, അതിൽ അദ്ദേഹം രക്ഷപ്പെടാൻ കണ്ടെത്തിയ മാർഗം എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ചേക്കാവുന്ന പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും അതിൽ നിന്ന് തരണം ചെയ്യാൻ നിങ്ങൾ പിടിക്കയറായി കാണേണ്ടത് ഏത് പാർശ്വത്തെയാണ് എന്ന് പഠിപ്പിക്കാനാണ്. അവിടേക്കാണ് നമ്മെ വിശുദ്ധ ഖുർആൻ വിളിക്കുന്നത്. ഈ ചരിത്രത്തിലൂടെ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ പ്രധാനമായ ഒരു പ്രയോഗമാണ് ഹസ്ബിയല്ലാഹ്. ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന പ്രഖ്യാപനം, തവക്കുലിന്റെ ബോധം ഒരു ഉമ്മത്തായി പ്രബോധനം ചെയ്ത ഇബ്രാഹിം നബിക്ക്, ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ടി വന്ന ഇബ്രാഹിം നബിക്ക് ഏത് സമയത്തും കരുത്ത് നൽകിയത് ഹസ്ബി അല്ലാഹ് എന്ന തവക്കുൽ ബോധമാണെങ്കിൽ, ഇബ്രാഹിം നബിയുടെ മോനാര് എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ഏറ്റവും മുൻപന്തിയിലെത്താൻ അല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് ഇബ്രാഹിം നബിയുടെ പ്രയാസത്തിൽ അദ്ദേഹത്തിന് കാവൽ നൽകിയത് എന്താണ് എന്ന ചിന്തയുണ്ടായി. ജീവിതത്തിന്റെ ആദ്യാന്തം അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളിൽ ഹസ്ബി അല്ലാഹ് പ്രഖ്യാപിക്കാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന സമാധാനമാണ്. ആ ഒരു സമാധാന പാതയിലേക്കാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ക്ഷണിക്കുന്നത് എന്നർത്ഥം. നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ മുഴുവനും നൽകിയ ദാതാവായ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കേണ്ടി വന്നാൽ ത്യജിക്കണം എന്നത് ഇബ്രാഹിം നബിയുടെ ചരിത്രം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് എണ്ണവും വണ്ണവും പറയാതിരുന്നിടത്ത് അള്ളാഹു ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ തിരിച്ചു ചോദിക്കുന്ന സന്ദർഭത്തെയും ആ സമയത്ത് ഇബ്രാഹിം നബിയുടെ പ്രതികരണത്തെയും സൂചിപ്പിച്ചു. മകനോടുള്ള സംസാരവും മകന്റെ പ്രതികരണവും സൂചിപ്പിച്ചു. ഒരു കുടുംബത്തിൽ ഗൃഹനാഥൻ ദീനീ മാർഗം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന് സ്വീകരിക്കേണ്ട മകന്റെ നിലപാട് എന്തായിരിക്കണമെന്ന് പഠിപ്പിച്ചു. ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ വിളി എന്ന് അവിടെ ഒന്നുകൂടെ മനസ്സിലാക്കാൻ കഴിയണം. ഇബ്രാഹിം നബി തന്റെ മകനോട് പലതവണ ആവർത്തിച്ച് സ്വപ്നം കാണുമ്പോഴുണ്ടായ വിഷയം മകനെ വിളിച്ചിട്ട് ഓർമ്മപ്പെടുത്തി.
യാ ബുനയ്യ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, നിന്നെ സ്വപ്നം കാണുന്നുണ്ട്, നിന്നെ അറുക്കേണ്ടതായിട്ട്. ഫൻദുർ മാദാ തറാ, എന്താ നിന്റെ തീരുമാനം, നിന്റെ അഭിപ്രായം? മകൻ കൃത്യമായി മറുപടി പറഞ്ഞു. ഇതിന് സന്നദ്ധമായ ഒരു പിതാവിനെയാണ് ഇവിടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത്. അതോടൊപ്പം മറുവശത്ത് നല്ല മറുപടി നൽകുന്ന മകൻ, കൃത്യമായ ദീൻ പിതാവിൽ നിന്ന് പഠിച്ച ഒരു മകൻ, കുടുംബത്തിന്റെ ദീനീ അധ്യാപനങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഇവിടെ നമ്മെ പരിചയപ്പെടുത്തുകയാണ്. എന്താ മകൻ പറഞ്ഞത്? യാ അബത്തി, എൻ്റെ ഉപ്പ, എൻ്റെ ഉപ്പ. ഖാല യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഉപ്പ, അല്ലാഹ് കൽപ്പിച്ചത് എന്താണോ അത് ഉപ്പ ചെയ്യണം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ ആ വിഷയത്തിൽ ഉപ്പാന്റെ കൂടെ ഉണ്ടാകും. ക്ഷമയോടെ, ക്ഷമ കൈകൊള്ളുന്നവനായി അള്ളാന്റെ വിധിയുണ്ടെങ്കിൽ ഞാനുണ്ടാവും ഉപ്പ. നിങ്ങൾ ധൈര്യമായി സധീരം മുന്നോട്ട് പോവുക എന്ന് പഠിപ്പിക്കാൻ. എന്താ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലൂടെ വിശുദ്ധ ഖുർആൻ നമ്മെ എങ്ങോട്ടാ വിളിക്കുന്നത്? ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലൂടെ ആ ആദർശബോധം, കുടുംബത്തിൽ ആദർശബോധം നട്ടു വളർത്തുന്നതിനെ കുറിച്ചാണ്. കുഞ്ഞുങ്ങൾക്ക് ആദർശബോധം നൽകേണ്ടതാണ് എന്നതിനെ കുറിച്ചാണ്. എന്നിട്ട് പരസ്പരം തീരുമാനങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനും മാതാപിതാക്കൾക്കും മക്കൾക്കും സാധിക്കണം എന്നതിലേക്ക് വിശുദ്ധ ഖുർആൻ വിളിക്കുകയാണ്. ശുഐബ് നബിയുടെ ചരിത്രം, അങ്ങനെ എല്ലാ നബിമാരുടെ 25 നബിമാരുടെ ചരിത്രം വിശദീകരിക്കാൻ പോകുന്നില്ലേ, അതല്ല വിഷയവും. ആ ചരിത്രങ്ങളൊക്കെ അവതരിപ്പിച്ചിടത്ത് എങ്ങോട്ടാ ഖുർആൻ നമ്മെ വിളിക്കുന്നത് എന്നതാണ് എൻ്റെ വിഷയം. ശുഐബ് നബിയുടെ സമൂഹം ഇബാദത്തിലൂടെ സമൂലമായ പരിവർത്തനം സാധ്യമാക്കണം എന്നാണ് അവിടെ ഓർമ്മപ്പെടുത്തിയത്. ഇബാദത്തിലൂടെ ജീവിതത്തിൽ സമൂലമായ പരിവർത്തനം സാധ്യമാക്കുകയും ഇരുലോകത്തും സമാധാനം നേടുന്നവരായി മാറുകയും ചെയ്യണം എന്ന് ശുഐബ് നബിയോട് അദ്ദേഹത്തിന്റെ ജനത ചോദിച്ച ചോദ്യമുണ്ട്. ഖാലൂ യാ ശുഐബു അസലാതുക തഅമുറുക അൻ نترك ما يعبد آباؤنا أو أن نفعل في أموالنا ما نشاء إنك أنت الحليم الرشيد. താങ്കൾ സ്തുത്യർഹൻ തന്നെയാണെന്ന് പറഞ്ഞു, ഗംഭീരാണെന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ച ചോദ്യം എന്താ? അസ്സലാതുക തഅമുറുക, താങ്കളുടെ ഈ പ്രാർത്ഥനയാണോ താങ്കളെ പ്രേരിപ്പിക്കുന്നത്? അൻ നത്രുക മാ യഅ്ബുദു ആബാഉന, ഞങ്ങൾ ഈ ആരാധിക്കുന്ന ബിംബങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം, ഞങ്ങൾ അതൊക്കെ വിട്ടു നിൽക്കണം. ഞങ്ങൾ ആപകാരണന്മാരൊക്കെ ആരാധിച്ചുകൊണ്ടിരുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, അഭയം തേടിയിരുന്ന, നേർച്ച ചെയ്തിരുന്ന ആ കാര്യങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ വിട്ടു നിൽക്കണം എന്ന് ഞങ്ങളോട് പറയാൻ താങ്കളെ പ്രേരിപ്പിക്കുന്നത് താങ്കളുടെ ഈ ആരാധനയാണോ, നമസ്കാരമാണോ? മാത്രമല്ല ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ, ഞങ്ങളുടെ സ്വത്ത് ഞങ്ങളുടെ ഇഷ്ടം പോലെ എന്തും ചെയ്യാമെന്ന നിലപാടിൽ നിന്ന് മാറണം, അത് പറ്റില്ല എന്ന് പറയാൻ ഞങ്ങളോട് പറയാൻ താങ്കളെ പ്രേരിപ്പിക്കുന്നത് അതാണോ? ഇതാണ് വിഷയം. ശുഐബ് നബി വന്ന ജനത ഏത്, ആരോടാദ്യം സംസാരിച്ചു, അവരെന്തൊക്കെ ചെയ്തു എന്നിങ്ങനെയല്ല, മറിച്ച് ആ സമൂഹത്തിൻ്റെ അവർ ചെയ്ത തിന്മകളിൽ നിന്ന് അവരെ രക്ഷിച്ചത്, അതേപോലെ തന്നെ അവരുടെ വിജയത്തിൻ്റെ മാർഗം, എന്നിട്ട് അവർ ശിക്ഷിക്കപ്പെടാനുണ്ടായ കാരണങ്ങൾ, ഈ വിഷയങ്ങൾ. ആരാധന കർമ്മങ്ങൾ ഒരു മനുഷ്യൻ്റെ സമൂലമായ പരിവർത്തനത്തിന് സാധ്യമാക്കണം എന്നതാണ് അവിടെ പഠിപ്പിക്കുന്നത്. യാക്കൂബ് അലൈഹിസ്സലാമയുടെയും യൂസുഫ് നബിയുടെയും അവരുടെ മറ്റു മക്കളുടെയും ഒക്കെ ചരിത്രം പഠിച്ചു പോകുമ്പോൾ യൂസുഫ് എന്നൊരു അധ്യായത്തിൽ തന്നെ ആ ചരിത്രം ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നൽകുന്ന കാര്യങ്ങൾ എന്താണ്? 12 മക്കളും ഒരു പെൺകുട്ടിയടക്കം 13 മക്കൾ എന്ന് ഉത്തരമെഴുതി മാർക്ക് വാങ്ങാനല്ല അത്. അതിലപ്പുറത്ത് എന്തെല്ലാം തെറ്റുകൾ തൻ്റെ മക്കളിൽ നിന്ന് വന്നുപോയാലും ഒരു പിതാവ്
ആ മക്കളോട് വീണ്ടും ആയിരിക്കണം എന്ന ഒരു ബോധ്യത്തിലേക്ക് വിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിരുന്നാലും ശരി, ആ മക്കളോട് അങ്ങേയറ്റം വിഷമം മനസ്സിലുണ്ടായാലും ശരി, ഒരു വാപ്പയുമ്മയും മക്കളെ വിട്ടുകൊടുക്കൂല, അവരെ തീർത്തും വലിച്ചെറിയില്ല, ബന്ധം മുറിച്ച് കളയരുത് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. വിശദീകരിക്കാൻ സമയമില്ല. യൂസുഫ് നബിയുടെ അതല്ലെങ്കിൽ യൂസുഫ് നബിയെ നഷ്ടപ്പെട്ടു പോയി, ഇനിയാകെ ഒരു ബിന്യാമീനുണ്ട്, അവനെയും നഷ്ടപ്പെട്ടു പോകുമോ? പക്ഷെ എന്തൊക്കെയായിരുന്നിട്ടും ആ മക്കളോട് ആ ഉപ്പ കാണിച്ച കാരുണ്യപൂർവമായ സംസാരത്തെക്കുറിച്ച് അവിടെ വിശദീകരിക്കുന്നു. അവിടേക്ക് നമ്മൾ പോകണം. എണ്ണത്തിൽ മാത്രം പോയാൽ പോരാ. ഏത് കിണറ്റിലാട്ടത് കൊണ്ടുപോയ രാജാവിന്റെ പേര് അസീസ് എന്നാണോ, അല്ലെ അയാളെ കുറിച്ച് അസീസ് എന്ന് പ്രയോഗിച്ചതാണോ എന്നതല്ല വിഷയം. സുലൈഖ എന്നാണോ പേര്, അതല്ലെങ്കിൽ അവരെന്താ ചെയ്തത് എന്നതല്ല വിഷയം. അവിടെയൊക്കെ ഉണ്ടായ ആ സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടായ വിശ്വാസ വിശുദ്ധിയെക്കുറിച്ചും രക്ഷാമാർഗങ്ങളെക്കുറിച്ചും അവിടെ എന്ത് സമീപനങ്ങളായിരുന്നു അവരൊക്കെ കാണിച്ചിരുന്നത് എന്നതുമാണ് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കണം. അതിലേക്കാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ക്ഷണിക്കുന്നത്. അതേപോലെ തന്നെ പ്രതികാരം ചെയ്ത അക്രമ രാഷ്ട്രീയം തീർത്തു കൊടുക്കുന്ന ആ ഒരു രീതിയെക്കുറിച്ചല്ല. അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ്, അല്ലേ? അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ്. എന്ത് പാപങ്ങൾ ചെയ്താലും തൗബ ചെയ്താൽ പൊറുക്കുന്നവനാണ് അള്ളാഹു എന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാം, എന്നിട്ട് അള്ളാഹിനോട് തൗബ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന രീതിയും ശരിയല്ല എന്ന് അതേ അധ്യായം അവിടെ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്ക് അവനെ കൊല്ലാം, അതല്ലെങ്കിൽ ഏതെങ്കിലും നാടിലേക്ക് കൊണ്ടുപോയി കടത്താം, എവിടെങ്കിലും കൊണ്ടുപോയി ഇടാം. അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ഉപ്പാന്റെ മുഖം നിങ്ങൾക്ക് ഇതാ തെളിഞ്ഞു വരും കൂട്ടത്തിലൊരാൾ പറയാം. അങ്ങനെ തെറ്റ് ചെയ്തിട്ട് പിന്നീട് നന്നാവേണ്ടവരോ പിന്നീട് അള്ളാഹു സ്വീകരിക്കുന്നവരോ തൗബ ചെയ്യാം പിന്നീട് എന്ന തീരുമാനം മുൻകൂട്ടി തെറ്റ് ചെയ്യുക, അള്ള പൊറുക്കൂലേ അതുകൊണ്ട് മുൻകൂട്ടി തെറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന സമൂഹമുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരു രീതി ഉണ്ടാകരുത് എന്നും ആ അധ്യായം, ആ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. അയ്യൂബ് അലൈഹിസ്സലാമയുടെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. 21-ാം അധ്യായം സൂറത്ത് അംബിയയിലെ 83-ാമത്തെ വചനത്തിൽ ആ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവിടെയും അയ്യൂബ് നബിയുടെ സൂക്കേട് എത്ര ദിവസം ഉണ്ടായിന്നോ, ഏത് ആശുപത്രി പോയിന്നോ, ഏത് മരുന്ന് കഴിച്ചുന്നോ ഒന്നുമല്ല, മറിച്ച് ആത്യന്തികമായ അതിന്റെ പരിഹാരം എന്തായിരുന്നു എന്നതിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തിയത്. കുടുംബത്തിൽ ആരാദ്യം ഒഴിവാക്കി പോയതെന്നോ, അതല്ലെങ്കിൽ എല്ലാവരും എത്ര ആൾക്കാർ തിരിച്ചവരെ സ്വീകരിച്ചു എന്നോ, ഇതൊന്നും പരിചയപ്പെടുത്താനല്ല ആ അധ്യായമോ ആ ചരിത്രപാഠമോ അള്ളാഹു ഉപയോഗപ്പെടുത്തിയത്. മറിച്ച് ജീവിതത്തിൽ മാരകമായ ഒരു രോഗത്തിന് വശപ്പെടേണ്ടി വരുന്ന സമയത്ത് ഏതു മാർഗം സ്വീകരിക്കണം, ആരോട് ദുആ ഇരക്കണം എന്ന പ്രഥമമായ വിഷയത്തിലേക്ക് ക്ഷണിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയദ്ദുർ വഅൻത അർഹമുർ റാഹിമീൻ. അർഹമുർ-റാഹിമീനായ റബ്ബേ, എനിക്കിതാ രോഗം ബാധിച്ചിരിക്കുന്നുവല്ലോ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത് നമ്മളും ചെയ്യണം. നമ്മൾ ആശുപത്രികളിൽ മരുന്നുകളിൽ അഭയം തേടുന്നതിനപ്പുറം, അത് സ്വാഭാവികമായ നമ്മുടെ പ്രവർത്തനങ്ങൾ, അതിലപ്പുറം നമ്മൾ അള്ളാഹുവിനോട് എത്രത്തോളം രോഗശമനത്തിനായി പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പരിശോധിക്കുക. ചുരുക്കം അവസാനിപ്പിക്കാം. ഇവിടെയെല്ലാം മനുഷ്യനെ ഇരുലോകത്തും സംസ്കരിക്കുക എന്നതിലേക്കാണ് ഖുർആനിന്റെ ക്ഷണം എന്ന് കാണാൻ കഴിയും. 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 9-ാമത്തെ വചനത്തിൽ അല്ലാഹു ഖുർആനെ കുറിച്ച് പറഞ്ഞതാ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. ഏത് മേഖലകളിൽ എടുത്താലും ആ തലങ്ങളിലെല്ലാം മനുഷ്യനെ ഏറ്റവും നേരായതിലേക്ക് വിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്നു. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്സാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറാ. ഈമാനുള്ള അമലുസ് സാലിഹാത്ത് പ്രാവർത്തികമാക്കിയ ആളുകൾക്ക് ഉന്നതമായ പ്രതിഫലം ഉണ്ട് എന്ന്. വിശ്വാസ, സാംസ്കാരിക, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, അങ്ങനെ എല്ലാ തലങ്ങളിലും സംസ്കരണത്തിലേക്കും അതിലൂടെ ഇരുലോക സമാധാന സൗഭാഗ്യത്തിലേക്കും ക്ഷണിക്കുന്നു എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അവൻ്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ വിളിക്കുന്നു നമ്മെ എല്ലാ തലങ്ങളിലും സംസ്കൃതരാകാൻ വേണ്ടി.
പ്രഥമമായി ഈമാൻ, അള്ളാഹുവിലുള്ള കറകളഞ്ഞ വിശ്വാസം, അതോടൊപ്പം അമലു സാലിഹാത്തുകൾ. അതിൻ്റെ കൂടെ അതൊന്നുമായി ഇവിടെ തീരൂല ജീവിതം, ഇത് നശ്വരമാണ്. അനശ്വരമായ ജീവിതത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ തുടക്കം മരണമുണ്ട്. എല്ലാം അവസാനിക്കുന്ന അന്ത്യദിനമുണ്ട്. അത് മറച്ചുവെച്ചത് നിങ്ങളുടെ കർമ്മങ്ങളുടെ സൂക്ഷ്മതയെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതിഫലം നൽകപ്പെടാൻ വേണ്ടി മാത്രമാണ് എന്നും പറഞ്ഞു. അങ്ങനെ പരലോകത്ത് സ്വർഗജീവിതം ലക്ഷ്യം കണ്ട് അതിനു വേണ്ടത് ചെയ്തു പോകണം എന്നാണ് വിശുദ്ധ ഖുർആൻ ആകെ തുക നമ്മെ പഠിപ്പിക്കുന്നത്. പറഞ്ഞല്ലോ, ബഖറ പശുവിൽ തുടങ്ങി മനുഷ്യനിലെത്തിയ അധ്യായം, മൃഗീയതയിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന അധ്യായം. വായനയിലൂടെ അതല്ലെങ്കിൽ അറിവാന്വേഷണത്തിലൂടെ അള്ളാഹുവിനെ, സ്രഷ്ടാവിനെ കണ്ടെത്തിയിട്ട് പാപമോചനം തേടുന്നവരായി, അനുഗ്രഹങ്ങൾക്ക് നന്മ ശുക്ർ ചെയ്യുന്നവരായി, തൗബ ചെയ്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വർഗം നേടുന്നവരാകാൻ ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ആദ്യാന്തം ഉണർത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി അവൻ്റെ റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവെ, സ്വർഗത്തിൻ്റെ റയ്യാൻ കവാടത്തിലൂടെ, ഏത് കവാടത്തിലൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന നന്മകൾ കനം തൂങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനായ റബ്ബേ. തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും നന്മകളിലേക്ക് കൂടുതൽ അടുക്കുവാനുമുള്ള കരുത്തുറ്റ ഈമാനിൻ്റെ പ്രേരണ എപ്പോഴും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനായ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് രോഗമായി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പലരും രോഗത്തിന് ശമനത്തിന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. അള്ളാഹുവെ, അവർക്കൊക്കെ നീ ശമനവും തുറവിയും നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുവെ. ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അവരെല്ലാം ഓർക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കഴിവുള്ളവരായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ പ്രാർത്ഥനകൾ അവർക്ക് വേണ്ടി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യണമേ റഹ്മാനായ റബ്ബേ. മാരകമായ രോഗത്തെ തൊട്ടും അപകടങ്ങളെ തൊട്ടും ഞങ്ങൾക്കും നീ കാവൽ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനായ റബ്ബേ. ഗഫൂറായ റബ്ബേ, പാപങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ മാത്രം ശക്തമായ ഈ റമദാനിലെ മുഴുവൻ നോമ്പുകളും അനുഷ്ഠിക്കുവാനും പൈതാഹം അനുഭവിക്കുന്നതിനപ്പുറത്ത് പാപങ്ങളാകുന്ന തെറ്റായ വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനും കൂടുതലായി പരസ്പരം സ്നേഹമുള്ളവരാകാനും സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും ഉപദേശിക്കുന്നവരായ ഈമാനും അമലുസാലിഹാത്തും ഉള്ളവരായി മാറാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ പ്രത്യേകം തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബേ. അപകടങ്ങളിൽ നിന്ന്, അതിക്രമങ്ങളിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കാവലേർപ്പെടുത്തി രക്ഷ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനായ റബ്ബേ. നാടിൻ്റെ പല ഭാഗങ്ങളിലും അന്യായമായി ക്രൂശിക്കപ്പെടുന്ന, ആക്രമിക്കപ്പെടുന്ന, രക്തം ചിന്തപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. കുട്ടികളും വൃദ്ധരും അല്ലാത്തവരുമായി. അള്ളാഹുവെ, അവർക്കെല്ലാവർക്കും നീ സമാധാനത്തിൻ്റെ വഴി എളുപ്പം തുറന്നു കൊടുക്കണമേ. ഞങ്ങൾക്കും ആ സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് എളുപ്പം നൽകണമേ. ഇന്നുള്ള സമാധാനത്തിൻ്റെ പാത ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണമേ റഹ്മാനായ റബ്ബേ. അതിനെതിരായ പ്രവർത്തനങ്ങൾക്ക് നീ ബലക്ഷയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവരെ തിന്മയിൽ നിന്ന് അകറ്റണമേ റഹ്മാനായ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منا والأموات. اللهم اجعلنا من الذين يقرؤون القرآن حق قراءته ومن الذين يدرسون القرآن حق دراسته واجعلنا من الذين يعملون به حق عمله يا رب العالمين. اللهم انصرنا على القوم الظالمين الكافرين. اللهم انصرنا على القوم الظالمين الكافرين يا رب العالمين. ربنا تقبل منا دعاءنا وصلاتنا وصيامنا وزكاتنا وسائر أعمالنا يا رب العالمين. اللهم اكتب لكل واحد منا براءة من النار وأمانا من العذاب وخلاصا من الحساب ونجاة من الصراط يا رب العالمين. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا.
اللهم شفعنا بالصيام والقرآن يا رب العالمين. اللهم اجعل القرآن والصيام شفيعا لنا لعيوب أعمالنا يوم القيامة يا رب العالمين. اللهم أدخلنا الجنة بباب ريان. اللهم أدخلنا وأدخل والدينا جنة يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.